ഞാൻ കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ എംഫിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അവിടെ MA പഠിക്കുന്ന ജസ്റ്റ് ജൂനിയറായ വിദ്യാർത്ഥിയായിരുന്നു ഡിജോ കാപ്പൻ. ഡിജോ കാപ്പൻ യഥാർത്ഥത്തിൽ അവിടെ കാര്യവട്ടം ക്യാമ്പസിലേക്ക് വരുമ്പോൾ തന്നെ അറിയപ്പെട്ട ഒരു നേതാവായിരുന്നു. KSCയുടെ നേതാവായിരുന്നു. കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമാണ് KSC അന്ന്. അദ്ദേഹം മാത്രമല്ല യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി, പിന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറിയായി കേരള യൂണിവേഴ്സിറ്റിയുടെ. അപ്പോൾ മാത്രമല്ല പാലാ കോളേജിൽ നിന്നും അദ്ദേഹം യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ടുണ്ട്. KM മാണിയുമായിട്ടായിരുന്നു രാഷ്ട്രീയ ചങ്ങാത്തം. കുറേ അധികം കാലം KM മാണിയുടെ രാഷ്ട്രീയത്തിനൊപ്പം കഴിഞ്ഞു. എന്തോ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നീടുണ്ടായി. രണ്ടുപേരും പാലയിൽ നിന്നാണ്, അറിയാം. അഭിപ്രായ വ്യത്യാസങ്ങൾ മുളപൊട്ടി. ഡിജോ കാപ്പൻ വഴി പിരിഞ്ഞു. ഒരു ദിവസം ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ ഡിജോ കാപ്പൻ്റെ ഫോൺ വന്നു. ഞാൻ ബാലകൃഷ്ണയുടെ കേരള കോൺഗ്രസിലേക്ക് മാറുകയാണ് ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, താങ്കൾ KM മാണിയുടെ ബെഡ്റൂമിലേക്കൊക്കെ നട്ടപ്പാതിരിക്കും കയറിപ്പോകുന്ന അത്ഭുതത്തോടെ നോക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇനി ചിലപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്ത് കാണേണ്ടി വരും ബാലകൃഷ്ണപിള്ള സാറിനെ. എനിക്ക് സാറിൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനെന്ന് അങ്ങനെ പറഞ്ഞത്. ഒരു 8 മാസം കഴിയുന്നു. ഡിജോ കാപ്പൻ്റെ ഫോൺ വരുന്നു. താങ്കൾ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായി, ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കക്ഷി രാഷ്ട്രീയം വേണ്ടെന്ന് വെച്ച് പിന്നീട് പൊതുപ്രവർത്തനമായി, അതുപോലെ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അടരാടി, ഒരുപാട് കേസുകളുമായി കോടതി കയറി. അപ്പോഴെല്ലാം പൗരാവകാശങ്ങൾ സംരക്ഷിക്കാനായിരുന്നു ഡിജോ കാപ്പൻ്റെ ശ്രമം. ഡിജോ കാപ്പൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ വലിയൊരു ഒരു മോഡലായ പൊതുപ്രവർത്തകനാണ്. അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ല, പക്ഷപാതങ്ങളില്ല, എല്ലാവരോടും സൗമ്യമായ പെരുമാറ്റം, മുഖത്തെപ്പോഴും ഒരു ചിരിയുടെ കല ഇങ്ങനെ തിളങ്ങി നിൽക്കും. ആ കാപ്പനാണ് കടന്നുപോയത്. ഒരു തിരുവനന്തപുരത്തുണ്ടായ ഒരു വാഹനാപകടത്തിലാണ് ഡിജോ കാപ്പന് ആകെ പ്രശ്നമായി പോയത്. കുറച്ച് ദിവസമായി ചികിത്സയിലായിരുന്നു. അവസാനം മരണത്തിന് കീഴടങ്ങി. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കോട്ടയത്ത് പാല ചെറുപുഷ്പം ദേവാലയ സെമിത്തേരിയിൽ സംസ്കാര കർമ്മങ്ങൾ നടക്കും. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ വീട്ടിലും പൊതുദർശനം ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും അടുത്ത സുഹൃത്ത്, ഒരേ ക്യാമ്പസിൽ പഠിച്ചവർ, ഒരേ കാലത്ത് മുന്നോട്ട് പോയവർ, അങ്ങനെ ഒരാളിൻ്റെ വിയോഗമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയുന്നത്. ഡിജോ, നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അന്തരിച്ച പൊതുപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായിരുന്ന ഡിജോ കാപ്പൻ്റെ സംസ്കാരം നാളെ നടക്കും. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കോട്ടയം ചെറുപുഷ്പം ദേവാലയം സെമിത്തേരിയിലാണ് സംസ്കാരം. പൗരൻ്റെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും അവകാശങ്ങൾക്കും വേണ്ടി ഡിജോ കാപ്പൻ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തി. സാമൂഹ്യ പ്രതിബദ്ധത ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന കേരളീയ പൊതുസമൂഹത്തിന്റെ ധീരമായ ശബ്ദമായിരുന്നു ഡിജോ കാപ്പൻ എന്ന പൊതുപ്രവർത്തകൻ. സാധാരണക്കാരന്റെ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോഴും നിയമത്തിന്റെ നൂലാമാലകളിൽ നീതി വഴിമുട്ടുമ്പോഴും പതറാത്ത ശബ്ദമായി എന്നും മുൻനിരയിലുണ്ടായിരുന്നു ഡിജോ കാപ്പൻ. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിയമവ്യവസ്ഥയെയും സാധാരണക്കാരന്റെ അവകാശങ്ങളെയും കുറിച്ച് കൃത്യമായ ധാരണ പൊതുസമൂഹത്തിന് നൽകാൻ ഡിജോ കാപ്പന്റെ ഇടപെടലുകൾ എക്കാലത്തും സഹായകരമായി. ഉപഭോക്തൃ അവകാശ സംരക്ഷണം, റോഡ് സുരക്ഷ, മാലിന്യപ്രശ്നം, വൈദ്യുതി നിരക്ക് വർധന, നിരത്തുകളിലെ പരസ്യ ബോർഡുകളും യോഗങ്ങളും, റെയിൽവേ നിരക്ക് വർധന, KSRTCയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടങ്ങി പല വിഷയങ്ങളിലും ഡിജോ കാപ്പൻ നടത്തിയ കോടതി ഇടപെടലുകൾ ജനങ്ങൾക്കനുകൂലമായ വിധിന്യായങ്ങൾക്ക് ഇടയാക്കി. മാധ്യമ ചർച്ചകളിലെ സജീവ സാന്നിധ്യം കൂടിയായിരുന്നു ഡിജോ കാപ്പൻ. ഒരു ചെറു പുഞ്ചിരി കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് കൈവീശി കാണിച്ചുകൊണ്ടോ തീരാമായിരുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇന്ന് അത് കത്തിക്കാളി കേരള രാഷ്ട്രീയത്തിൽ തന്നെ സജീവ ചർച്ചയായിരിക്കുന്നത്. പാല ഇടമറ്റം കാപ്പിൽ പരേതനായ KC ജോസഫിന്റെയും മേരി ജോസഫിന്റെയും മകനായ ഡിജോ കാപ്പൻ സ്കൂൾ പഠനകാലത്ത് കേരള സ്റ്റുഡൻസ് കോൺഗ്രസിലൂടെ രാഷ്ട്രീയത്തിലെത്തി. KM മാണിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന കാപ്പൻ ആദ്യം കേരള കോൺഗ്രസ് എമ്മിലും പിന്നീട് അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസിലും എത്തി. ഉപഭോക്തൃ കർഷക അവകാശ സംരക്ഷണം ലക്ഷ്യമിട്ട് 1988 സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ സ്ഥാപിച്ച കാപ്പൻ ഗതാഗതം, വൈദ്യുതി മേഖലകളിലെ ഉപഭോക്തൃ ഫോറങ്ങളിലും സജീവമായിരുന്നു. കേരള സർവകലാശാല പ്ലാനിംഗ് വിഭാഗം മേധാവിയായ മിനി കാപ്പനാണ് ഭാര്യ. അശ്വിൻ D. കാപ്പൻ, മരിയറ്റ കാപ്പൻ, എഡ്വിൻ D. കാപ്പൻ എന്നിവർ മക്കൾ. റിസർച്ച് ഡെസ്ക് 24. ഞാൻ തന്നെ നയിച്ച ഒരുപാട് ചർച്ചകളിലൊക്കെ ഡിജോ കാപ്പൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. നമ്മൾ തമ്മിൽ ആദ്യകാലം മുതലുള്ള എപ്പിസോഡുകളിൽ ഡിജോ കാപ്പനെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം SKN40 കേരളത്തിലുടനീളം നമ്മൾ നടത്തിയ യാത്രയിലും ഡിജോ കാപ്പൻ്റെ സാന്നിധ്യം പാലയിൽ ഉണ്ടായിരുന്നു. എന്തായാലും സങ്കടകരമായി പോയി. ആ കുടുംബം 3 മക്കളുണ്ട്. ഭാര്യ കേരള സർവകലാശാല ഓഫീസിലാണ് ജോലി.
അപ്പോൾ എന്തായാലും അവർക്ക് ഈ സങ്കടകരമായ സാഹചര്യം കടന്നു പോകാൻ മാനസിക ധൈര്യം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാനുള്ളത്. കോട്ടയം പാലക്കാട് ചെറുപുഷ്പം ദേവാലയ സെമിത്തേരിയിൽ നാളെ ഡിജോ കാപ്പൻ എരിഞ്ഞടങ്ങുമ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം രൂപപ്പെടുത്താൻ ശ്രമിച്ച ഒരാളിൻ്റെ അവസാനമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.